നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. ഉറുഗ്വേയായിരുന്നു ബ്രസീലിനെ സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയാണ് ചെയ്തിട്ടുള്ളത്. മത്സരത്തിൻ്റെ 55-ാം മിനിറ്റിൽ സൂപ്പർ താരം ഫെഡറിക്കോ വാൽവർദയാണ് ഉറുഗ്വേക്ക് ലീഡ് നേടിക്കൊടുത്തത്. എന്നാൽ 62-ാം മിനിറ്റിൽ ഗേഴ്സൺ ഒരു കിടിലൻ ഗോൾ നേടിയ ഒരു തകർപ്പൻ ഷോട്ടിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഗോൾ പിറന്നത്. അങ്ങനെയാണ് ഈ ഒരു മത്സരം സമനിലയിൽ കലാശിച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ 2 മത്സരങ്ങളാണ് ബ്രസീൽ കളിച്ചിട്ടുള്ളത്. ആ 2 മത്സരങ്ങളിലും ബ്രസീലിന് സമനില വഴങ്ങേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ ബ്രസീലിയൻ താരങ്ങളുടെ പ്രകടന മികവ് എങ്ങനെയുണ്ടായിരുന്നു? പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ അത് റേറ്റിംഗ് അടിസ്ഥാനത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ആരൊക്കെയാണ് മോശമായിട്ടുള്ളത്, ആരൊക്കെയാണ് തിളങ്ങിയിട്ടുള്ളത് എന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ എഡേഴ്സണ് അവർ നൽകുന്ന റേറ്റിംഗ് 6 ആണ്. വാൽവർദയുടെ ഗോളിന് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് ഗ്ലോബോ ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്. മോശമല്ലാത്ത രൂപത്തിൽ എഡേഴ്സൺ കളിച്ചിട്ടുണ്ട്. ഡാനിലോ 5.5 ആണ്. ഡാനിലോ നിരാശപ്പെടുത്തി എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പലപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള ഘടകം പലപ്പോഴും ബ്രസീൽ ടീമിൽ ഡാനിലോയാണ്. അദ്ദേഹത്തിന് ഇന്നും വലിയൊരു പ്രതീക്ഷക്കൊത്ത രൂപത്തിൽ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മാർക്കിഞ്ഞോസ് 5.5 ആണ് വരുന്നത്. അദ്ദേഹവും നിരാശപ്പെടുത്തി എന്ന് തന്നെയാണ് ഗ്ലോബോ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. പലപ്പോഴും ബ്രസീലിൻ്റെ പ്രതിരോധ നിര ആടിയുലഞ്ഞിരുന്നു അറ്റാക്കുകൾ വരുന്ന സമയത്ത്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ബ്രസീലിനെ രക്ഷിച്ചത് ഗബ്രിയേൽ മഗല്ലസ് ആണ് എന്ന കാര്യം കൂടി ഇപ്പോൾ ഗ്ലോബോ പറഞ്ഞു വെക്കുന്നത്. 6.5 ആണ് അദ്ദേഹത്തിന് നൽകിയ റേറ്റിംഗ്. മികച്ച പ്രകടനം ഇന്നത്തെ മത്സരത്തിൽ ബ്രസീലിന് വേണ്ടി ഗബ്രിയേൽ മഗല്ലസ് നടത്തി എന്നാണ് ഗ്ലോബോ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ വിങ് ബാക്ക് പൊസിഷനിൽ കളിച്ചിരുന്ന ആബ്നറിന് 6.0 ആണ് അവർ നൽകുന്നത്. 6 ആണ് നൽകുന്നത്. മോശമല്ലാത്ത രൂപത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഗബ്രിയേൽ മാർട്ടിനെല്ലി പകരക്കാരനായിക്കൊണ്ട് വന്ന താരമാണ് മാർട്ടിനെല്ലി. തന്നാൽ കഴിയുന്ന വിധം മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 6.5 ആണ് അദ്ദേഹത്തിന് ലഭിച്ച റേറ്റിംഗ്. മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ബ്രൂണോ ഗുയിമറസിനാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഇന്ന് ലഭിച്ച താരങ്ങളിൽ ഒരാൾ. 7 ആണ് അദ്ദേഹത്തിന് ലഭിച്ച റേറ്റിംഗ്. ഫസ്റ്റ് ഹാഫിൽ മികച്ച പ്രകടനം ബ്രൂണോ ഗുയിമറസ് നടത്തി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഗേഴ്സണ് ഇന്ന് മികച്ച രൂപത്തിലുള്ള ഒരു റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. 7.5 ആണ് അദ്ദേഹത്തിന് ലഭിച്ച റേറ്റിംഗ്. അതായത് ബ്രസീലിയൻ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ലഭിച്ചത് ഗേഴ്സണ് തന്നെയാണ്. അദ്ദേഹം ഗോൾ നേടി. മാത്രമല്ല മധ്യനിരയിലൊക്കെ മികച്ച ഒരു പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. റാഫീഞ്ഞയ്ക്ക് 7.0 ആണ് ലഭിച്ചിരിക്കുന്ന റേറ്റിംഗ്. മികച്ച പ്രകടനം അദ്ദേഹം നടത്തി. ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള മുന്നേറ്റങ്ങൾ അദ്ദേഹം നടത്തി. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന റോളിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഗ്ലോബോ അവകാശപ്പെടുന്നത്. അതേസമയം സാവീഞ്ഞോക്ക് 6.5 ആണ് അവർ നൽകിയിരിക്കുന്ന റേറ്റിംഗ്. എസ്റ്റവായോ വില്യൻ പകരക്കാരനായിക്കൊണ്ട് ഇറങ്ങി. 6.0 ആണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള റേറ്റിംഗ്. തന്നാൽ കഴിയാവുന്ന വിധം അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഇഗോർ ജീസസ് ഇന്ന് മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. 5.0 ആണ് അദ്ദേഹത്തിൻ്റെ ഒരു റേറ്റിംഗ് വരുന്നത്. ലൂയിസ് ഹെൻറിക്കും ഇന്ന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. 5.0 ആണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന റേറ്റിംഗ്. വിനീഷ്യസ് ജൂനിയർ ഒരിക്കൽ കൂടി ആരാധകരെ നിരാശപ്പെടുത്തി. ഗോളോ അസിസ്റ്റോ നേടാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അതൊന്നും മുതലെടുക്കാൻ വിനിക്ക് കഴിഞ്ഞില്ല എന്നാണ് ഗ്ലോബോ പറഞ്ഞു വെക്കുന്നത്. 5 ആണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് വരുന്നത്. പരിശീലകനായ ഡൊറിവാൽ ജൂനിയർക്ക് ഇവർ നൽകിയിരിക്കുന്ന റേറ്റിംഗും 5 തന്നെയാണ്. അദ്ദേഹത്തിന് ടീമിന് വിജയം നേടിക്കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നത് വലിയ ഒരു പോരായ്മയായിക്കൊണ്ടാണ് പലരും വിലയിരുത്തുന്നത്. 2 മത്സരങ്ങൾ കളിച്ചിട്ട് ഒന്നിൽ പോലും വിജയിക്കാൻ ബ്രസീലിന് ഇപ്പോൾ സാധിക്കാതെ പോയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.